ഹലോ ഗൈസ്, വിക്രി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത് കുറേ മുന്നേ എടുത്ത് വെച്ചതാട്ടോ. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആയിരുന്നു, നമ്മുടെ വെക്കേഷൻ ടൈമിലുള്ള വീഡിയോ ആയിരുന്നു. വീഡിയോ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്നത് കീഴ്ശ്ശേരി റൂട്ടാണ് നമ്മൾ പോവാറ്. കീഴ്ശ്ശേരി, കാരാപ്പറമ്പ്, നെല്ലിപ്പറമ്പ്, അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവാറ്. അപ്പം ഇന്ന് നമ്മൾ പോവാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ചേച്ചിയുടെ വലിയ മോനുണ്ട് നിസ്തുൽ. അവന് കുറേ ആയി പറയുന്നത് എൻ്റെ അടുത്തൊരു ബോൾ വേണം, ഫുട്ബോൾ വേണം. അവൻ ഭയങ്കര ഫുട്ബോൾ പ്രാന്തനാണ്. അവനും ചെറിയ കുട്ടിയൊക്കെ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഫുട്ബോൾ പ്രേമികളാണ്. അപ്പോൾ നന്നായിട്ട് കളിക്കുകയും ചെയ്യും. അവന് സെലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്ന കുട്ടിയായതുകൊണ്ട് കുറേ ആയി പറയണം. അവരുടെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ബോളുണ്ട്, ഇവർക്ക് മാത്രമല്ല. അപ്പോൾ എന്ന് വിളിക്കും, മേമേൻ്റെ അടുത്ത് പറ, മേമേൻ്റെ അടുത്ത് പറ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ വേഗം വിനീഷേട്ടൻ്റെ അടുത്തേക്ക് ഇടും. അപ്പോൾ പിന്നെ അവർ വിനീഷേട്ടനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഫൈനലി നമ്മൾ ബോൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മഞ്ചേരിയിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ അറിയുന്ന നമ്മൾ കൊണ്ടോട്ടിക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്ന വഴി കീഴ്ശ്ശേരി പോകുമ്പോൾ ഏട്ടൻ പറഞ്ഞു മഞ്ചേരിയൊക്കെ നല്ല ഫുട്ബോൾ ഉണ്ട്. നമ്മൾ കോസ്മോസിക്ക് പോകാനെന്ന് വിചാരിച്ചിരുന്നത്. നമുക്ക് അവിടെ എത്തിപ്പെടാനുള്ള ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ടൗണിൽ തന്നെ, മഞ്ചേരി ടൗണിൽ തന്നെ നമ്മളൊരു കട കണ്ട് അവിടെ കയറി. അപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല പിശുക്കത്തരം കാണിച്ചിട്ട് ഇതൊക്കെ. പിന്നെ എനിക്കങ്ങനെ ബോളൊന്നും അങ്ങനെ മേടിക്കാനൊന്നുമില്ല, ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ മേടിക്കുന്നു. അപ്പോൾ ഞാൻ വിനീഷേട്ടൻ്റെ മേടിക്കിട്ടു. വിനീഷേട്ടൻ നിങ്ങൾ സെലക്ട് ചെയ്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിനീഷേട്ടൻ കൂട്ടത്തിൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബോൾ നോക്കി വെച്ചു. അതിന് അവർ നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനം പറഞ്ഞു. അപ്പോൾ അവർ ഏതാണ്ട് നല്ലൊരു ബോൾ എടുത്തു തന്നു. പിന്നെ എന്നാലും വിനീഷേട്ടൻ നോക്കുമ്പോൾ കുറേ നിരത്തി നോക്കും. നമ്മൾ ഗേൾസിനേക്കാളും ഭയങ്കര ഷോപ്പിംഗാണ് വിനീഷേട്ടന്. ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കിയിട്ട് എടുക്കുള്ളൂ. ഫൈനലി അവർ നമ്മൾ ഫസ്റ്റിൽ കാണിച്ചത് തന്നെ എടുത്തു. ഞാനാണെങ്കിൽ അവിടെ, കാരണം എനിക്ക് ഇവിടുന്ന് മേടിക്കാനൊന്നുമില്ലല്ലോ, അപ്പം ഞാനവിടെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. വിനീഷേട്ടനാണെങ്കിൽ ജിമ്മിന് പോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നു. ഞാൻ വിനീഷേട്ടന് ഷോപ്പിംഗ് നിർത്താൻ പറയുന്നു. മതി ഇതൊക്കെ കുറേ അവിടെ ഉള്ളതല്ലേ, അതുകൊണ്ട് പോവാന്ന് പറയുന്നു. പക്ഷേ അവിടെ നിന്ന് എനിക്ക് സ്വന്തമായിട്ട് അവിടെ നിന്ന് വേണമെന്നുള്ള വാശിയിൽ വിനീഷേട്ടന് വേണ്ട തപ്പായിരുന്നു. പിന്നെ എനിക്ക് പറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നോക്കുന്നതിന് ഞാൻ ഷട്ടിൽ മേടിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, എന്തിനാ അപ്പോൾ വെറുതെ. കാരണം ഷട്ടിൽ കളിച്ച് എനിക്ക് കയ്യിന് ഭയങ്കര വേദനയാണ്. അതിന് വെറുതെ ഷോൾഡർ ഒന്ന് ഇളക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ സ്റ്റോപ്പാക്കി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് വിനീഷേട്ടൻ്റെ അടുത്ത് 1-2 ബംഗാളിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര വിനീഷയുടെ തൊട്ടടുത്തുള്ള 2 ബംഗാളിക്കാർ ഭയങ്കര നോട്ടമായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി ഒന്നുമില്ല. പക്ഷേ എനിക്ക് ബംഗാളിക്കാർ പൊതുവേ അവരെ ഒരു നോട്ടം കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ വിനീഷയുടെ അടുത്ത് പറഞ്ഞു മതി, നമുക്ക് പെട്ടെന്ന് പോവുകയെന്ന് പറഞ്ഞ് അങ്ങനെ വിനീയുടെ 2 ഷോട്ട്സൊക്കെ എടുത്ത് നമ്മൾ ബില്ല് ചെയ്യണം. ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് നമ്മൾ ഏതാണ്ട് എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞു. എല്ലാം ഒന്നുമില്ല, കാര്യമായിട്ട് അവർക്കൊരു ബോള്, പിന്നെ ഏട്ടൻ്റെ കുട്ടികൾക്ക് ചെറിയൊരു ബോളും മേടിച്ച് പോന്നു. പിന്നെ നമ്മൾ ഇതാണ് അവിടേക്കുള്ള സ്റ്റെപ്പ് വരുന്നത്. ഇന്ന് ഞാനാണെങ്കിൽ നല്ല കുലസ്ത്രീ ആയിട്ടൊന്ന് ചമഞ്ഞൊരുങ്ങിയതായിരുന്നു. ചുരിദാറൊക്കെ തൊട്ട് സിന്ദൂരൊക്കെ ആയിട്ട്. എനിക്കാണെങ്കിൽ എന്ന് സിന്ദൂരം തൊടുന്ന ഇഷ്ടം. എനിക്കെൻ്റെ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം തോന്നുന്നത് സിന്ദൂരം തൊടാൻ. അങ്ങനെ ഞാൻ സിന്ദൂരം തൊടാറുള്ളൂ. ദെൻ നമ്മൾ അങ്ങനെ സിന്ദൂരൊക്കെ തൊട്ട് ഞാൻ നല്ല എന്താ പറയുക, കുലസ്ത്രീ ആയിട്ടൊന്ന് ഇറങ്ങി നോക്കിയതായിരുന്നു. പക്ഷേ വലിയ മീൻസ് വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നു, അതെനിക്കറിയാം. പിന്നെ നമ്മൾ പോവുകയാണ്. ഇത് വീട്ടിലെ നമ്മുടെ നെല്ലിപ്പറമ്പ് കഴിഞ്ഞിട്ടുള്ള റോഡാണ്. നമ്മൾ ഇതിലൂടെ തന്നെയാണ് വരാറ് വീട്ടിലേക്ക്. ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സാധനം മേടിക്കാനുണ്ട്. ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മുടെ നെല്ലിപ്പറമ്പെന്ന് ശരണിയും നെല്ലിപ്പറമ്പിൽ നടുക്ക് ഒരു കുഴിമന്തി കട ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലൈവ് ചിപ്സിൻ്റെ ഒരു കട ഉണ്ട്. ഇതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരം ബേക്കറി വാങ്ങാറ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ലൈവായിട്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ലൈവായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഹോം മെയ്ഡ് സാധനങ്ങളാണ്. ചിപ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ ഉണ്ടായാൽ. പക്ഷെ നല്ല ടേസ്റ്റാണ് തിന്നാനും. അപ്പോൾ അവരെൻ്റെ അടുത്ത് വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു. ചേട്ടനായിട്ട് നല്ല കമ്പനി കേട്ടോ. അപ്പോൾ അവർ നമുക്ക് നമ്മൾ മേടിക്കാനും ടേസ്റ്റ് ചെയ്യാൻ അവർ കുറച്ച് സാധനം തരും. പിന്നെ ഞങ്ങളുടെ ഒരു ബിസിനസ് ഡീലിങ് നമ്മൾ ചർച്ച ചെയ്യായിരുന്നു. അധികം പിന്നീട് പറഞ്ഞിട്ടുണ്ട് ബിസിനസ് ഡീലിങ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയൊരു ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ നന്നായിട്ട് പറഞ്ഞു തന്നു. നല്ല നമ്മൾ സാധാരണക്കാരാണ്, നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോന്നു. അത് നമ്മുടെ അടുത്തുള്ള പെട്രോൾ പമ്പാട്ടോ. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡാണത്. ഇത് അടുത്തൊരു ഡോക്ടറെ വീടാണ് കേട്ടോ, അമ്മേൻ്റെ ഡോക്ടറെ വീടാണത്.
അതിലൂടെ അങ്ങനെ ഇവിടെ എത്തുമ്പോൾ വിനീഷേട്ടൻ തുടങ്ങും ഓരോന്നും പറയാൻ. വിനീഷേട്ടൻ ഭയങ്കര ദേഷ്യമല്ല, ഈ ഒരു സ്ഥലത്ത് കൂടെ വരുന്ന ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യം. ഞാനെപ്പോഴും പറയും, നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാനെപ്പോഴും കളിയാക്കും. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ഏട്ടന് കടയിൽ പോവുകയാണ്. ഏട്ടൻ കടയിൽ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി വീട്ടിലേക്ക് നടക്കുകയാണ്. ചേട്ടന് ഭയങ്കര ചടപ്പാണ് വീട്ടിലേക്ക് വരാം. പിന്നെ ചേച്ചിൻ്റെ ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അമ്മയാണെങ്കിൽ ഏതിലും പോകുന്നുള്ള കൺഫ്യൂഷൻ. നമ്മൾ മുന്നേ വീടിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നില്ല, നമുക്ക് കുറേ വഴിയുണ്ടല്ലോ. നമ്മുടെ വീട് ചുറ്റോറ് 4 പുറം നമുക്ക് വഴിയാണ്. അപ്പോൾ ഏതിലൂടെ പോകണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു വിനീഷേട്ടനും. അപ്പോൾ പിന്നെ അമ്മ വന്ന് വിനീഷേട്ടനെ കൂട്ടി ഇതിലൂടെ പോരെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. നമ്മുടെ ആളവിടെ വിഷണ്ണനായിരിക്കുന്നുണ്ട്. ടോബിയാണെങ്കിൽ നായക്കുട്ടിയാണ് നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. അതിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വിനീഷേട്ടൻ്റെ വണ്ടിയാണ്, ചേച്ചീൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടിയാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിസ്തുലിനെ അറിയില്ല ഞങ്ങൾ ബോളായിട്ടാണ് വരുന്നത് എന്ന് അറിയില്ല. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോന് മുന്നോട്ട് വരാൻ. അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര മടിയായിട്ട് അവൻ അങ്ങനെ ഇതിൽ നിന്നു. പിന്നെ ഏട്ടൻ്റെ കുട്ടികൾക്കുള്ളത് വിനീഷേട്ടൻ കൊടുക്കുകയായിരുന്നു. ശിവ വിനീഷേട്ടനായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ പപ്പു കമ്പനി ആവാൻ കുറച്ച് പാടാണ്. അവനെപ്പോഴും കമ്പനി ആയിട്ടില്ല വിനീഷേട്ടൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഗൈസ് നമ്മൾ തിരിച്ചു പോവുകയാണ്. പിന്നെ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയേട്ടനും കൂടെ അമ്മ ചിക്കനൊക്കെ ഉണ്ടാക്കിയിരുന്നു അവിടുത്തെ. ഞങ്ങൾ ചെന്നാലുള്ള സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ണിയപ്പം ചിക്കൻ കറിയാണ് കേട്ടോ. അമ്മേടെ വേറൊരു വെറൈറ്റി ചിക്കൻ വെപ്പുണ്ട്, ചിക്കൻ ഉപ്പേരിയൊക്കെ ഇട്ടേക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. നമ്മൾ നെക്സ്റ്റ് ടൈം ഞാൻ പറഞ്ഞ വീട്ടിലെല്ലാവരും കൂടി ഒത്തൊരുമിക്കുന്നൊരു ദിവസം നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ അമ്മേൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഉപ്പേരിയൊക്കെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതേക്കും വരെ നമുക്കിപ്പോൾ ടാറ്റാ ബൈ ബൈ സീ യു പറയാം. Okay, bye.